ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അത് കോഴിമുട്ട ഫില്ല് ചെയ്തിട്ടുള്ള ഉള്ളിവടയാണ്. അതിനു വേണ്ടിയുള്ള ചേരുവകൾ: സവാള 2 എണ്ണം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, പിന്നെ കോഴിമുട്ട 1 പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ മൈദ ചേർക്കുന്നില്ല, അതിന് പകരം ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഞങ്ങളൊക്കെ ഗോതമ്പ് പൊടിയിലാണ് ഉള്ളിവട ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. അതൊന്ന് ക്രിസ്പ്നെസ് ആവാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് അരിപ്പൊടിയും ചേർക്കണം ഇതിൽ. ഇതാണ് നമുക്ക് വേണ്ടിയുള്ള ചേരുവകൾ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലത്തെ കുണ്ടുള്ളൊരു പാത്രം എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഓരോ ചേരുവകൾ ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. കറിവേപ്പില ഇത്തിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ പാകത്തിന്, നിങ്ങൾ എത്രത്തോളം എടുക്കണോ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രനുസരിച്ചിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. എൻ്റെ പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് വേണം അരിയാൻ. ഇതിപ്പോൾ ഉള്ളി നന്നായി ഒന്ന് ഒറ്റയ്ക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇതുപോലെ. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയല്ല, ഗോതമ്പ് പൊടി. ഇതിനൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 സ്പൂണുള്ളൂ കേട്ടോ അരിപ്പൊടി. ഇത് നന്നായി ഇങ്ങനെ ചേർക്കണം. നന്നായി ചേർത്തിട്ട് ഇതിൽ പിടിക്കണം, ഉള്ളിയിൽ നന്നായി പിടിക്കണം. ഇങ്ങനെ നന്നായി ചേർത്ത് കഴിഞ്ഞ് വെള്ളം പറയാൻ മറന്നു കേട്ടോ. കുറച്ച് വെള്ളം, കുറച്ച് മതി, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര പോലെ ഒഴിച്ചിട്ട് നന്നായി കുഴയ്ക്കുക. നമുക്ക് കുറച്ചും കൂടി ഇതിൽ ബാക്കിയുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പാകമായി വരണം കേട്ടോ. ഇത് 2 മിനിറ്റ് ഇത് അങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. കൈയൊന്നിങ്ങനെ നനച്ചിട്ട് ഈ മാവില്ലേ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനുള്ള അതൊന്ന് പരത്തി കൊടുക്കുക, അങ്ങനെ കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ ഉള്ളിൽ ആയിട്ട് കോഴിമുട്ട വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിന് മൂടി കൊടുക്കും. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അമർത്തി സൈഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 4 എണ്ണം ഇട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഭാഗം നന്നായിട്ട് മൂത്തുണ്ട്. ഇനി മറിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എഗ് ഉള്ളിവട റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിപ്സിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, നല്ല ചൂട് ചായയുടെ ഒപ്പം ഇങ്ങനെ ക്രിപ്സി ആയിട്ടുള്ള ഉള്ളിവട നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ.